പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ജയപരാജയങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഈ 4-ാം തീയതി 3-ാം തീയതി വരെ ഈ ചർച്ചകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ആൾക്കാർക്ക് എന്തെങ്കിലും പണി വേണ്ടേ? ഈ ചാനലുകാർക്കൊക്കെ അവരിങ്ങനെ ഇന്ന് പറയുന്നതല്ലായിരിക്കും ചിലപ്പോൾ നാളെ പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം നമ്മളെ വിശ്വാസത്തിലെടുക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ, അതുപോലെ പിയേഴ്സൺ, അതുപോലെ ഒരു രാമചന്ദ്രൻ എന്ന് പറയുന്നൊരു പത്രപ്രവർത്തകർ, പുള്ളി ഇപ്പോഴും മുറുക്കാൻ ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ പറയും UDF ജയിക്കും, ചിലപ്പോൾ പറയും LDF ജയിക്കും. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നിട്ട് പലതാണ് ഇവർ വിളിച്ചു പറയുന്നത്. അങ്ങനൊരു സംഭവം. അപ്പം ആൾക്കാർ ഇത് കേട്ട് എന്താ പറയുക, ഒരു മനസ്സുഖമൊക്കെ ഉണ്ടാവും. LDFകാർക്ക് അവർ LDF ജയിക്കുമെന്ന് പറയുമ്പോൾ ഒരു കുളിർമയുണ്ടാവും. UDFകാർക്ക് അവർ ജയിക്കുമെന്ന് പറയുമ്പോൾ ഒരു കുളിർമയുണ്ടാവും. പിന്നെ BJP മാത്രം ഭരിക്കുമെന്ന് അവർ പറയുന്നില്ല. 5 സീറ്റ് കിട്ടും, അല്ലെങ്കിൽ BJP വലിയ നേട്ടം ഉണ്ടാക്കും എന്ന് ആണ് അവർ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ പറച്ചിലിലെ അർത്ഥം എന്താണെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. അതൊരു വശത്ത്. പിന്നെ UDFൻ്റെ ജയം ഒക്കെ ഉറപ്പിച്ചെന്നൊക്കെ പറയുമ്പോഴും അപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ ഷിയാസ്, എറണാകുളം DCC പ്രസിഡൻറ്റ് ഷിയാസ് ഇന്ന് ഒരു കമൻ്റ് ഇട്ടു. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരാളായിരിക്കും മുഖ്യമന്ത്രി എന്ന്. ഇയാൾക്ക് ഇപ്പം എന്തോൻ്റെ സോക്കേടാ. കാര്യം ഇനി ഇലക്ഷൻ്റെ ഇത് റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. UDF ജയിക്കുമോ എന്ന് തന്നെ അറിയത്തില്ല. അതിനു മുമ്പ് തന്നെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയാൻ ഇയാളാരാ? ഇവർക്കൊക്കെ ഇത്രയ്ക്ക് വിവരമില്ല. അല്ല, UDF ജയിച്ചാൽ തന്നെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്, ഇയാളാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ LDF ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ P. രാജീവായിരിക്കും മുഖ്യമന്ത്രി എന്നാണ് ഇയാൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്. ഇയാളെ വളരെ ഒരു നല്ല ചെറുപ്പക്കാരനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അധികാരത്തോടൊക്കെ അടുക്കുമ്പോഴത്തേന് എല്ലാവരും ഇതുപോലൊക്കെയാണ്. അപ്പോൾ ഈ ഷിയാസ് എന്നൊക്കെ പറയുന്നവരുടെയൊക്കെ ഈ അഭിപ്രായങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാതെ ഇവരൊക്കെ ഇത് പറയാതിരിക്കുക നല്ലത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.